ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നിലമ്പൂർ മർത്തോമ യുവജന സഖ്യത്തിന്റെ 25 ദിന ധ്യാന പരമ്പരയുടെ 6ാം ദിനത്തിലേക്ക് കടക്കട്ടെ. ലോകം മുഴുവൻ മാറാരോഗത്തിന്റെ പിന്നിൽ കിടന്നു പിടയുമ്പോഴും നമ്മുടെ സഹോദരങ്ങൾ, കൂട്ടുകാർ, മാതാപിതാക്കൾ, ഭാര്യ ഭർത്താക്കന്മാർ എന്നിവർ ഈ രോഗത്തിന് കീഴ്പ്പെടുമ്പോഴും ഏവർക്കും ഒരു പുതു പ്രതീക്ഷയെന്നോണം നമ്മെ തിരഞ്ഞെത്തിയിരിക്കുകയാണ് ക്രിസ്തുവിന്റെ ജനനം. കാലങ്ങളോളം ഒന്നിച്ച് ആഘോഷിച്ചുകൊണ്ടിരുന്ന ജനനം ഇന്നു നാം തങ്ങളുടെ വീടുകളിൽ തന്നെ ചുരുക്കി ആഘോഷിക്കേണ്ടതായിരിക്കുന്നു. ഇവിടെയാണ് ഇന്നത്തെ സമൂഹത്തിന്റെ ഗതിമാറ്റങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടത് അനിവാര്യമല്ലേ എന്നൊരു തോന്നലുണ്ടാകുന്നത്. ഇന്നത്തെ ലോകം മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മാറ്റം എന്നും അനിവാര്യമാണ്. അതിനുവേണ്ടി പരിശ്രമിക്കാതെ പോകുമ്പോഴാണ് നാം ഒന്നുമല്ലാതായി പോകുന്നത്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6ാം അധ്യായം 15ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല, പുതിയ സൃഷ്ടിയത്രേ കാര്യം. നാം പുതുതാകുന്നതിനെക്കുറിച്ചും പൗരാണിക ചിന്ത രീതികളിൽ നിന്നും വ്യതിചലിച്ച് പുതിയൊരു തലത്തിൽ ചിന്തിക്കാൻ ശ്രമിക്കണം. ഒരു പുതു സൃഷ്ടി എന്തിനാണ് എന്ന ചിന്തയാണ് ഇവിടെ പങ്കുവെക്കുന്നത്. 1 കൊരിന്ത്യർ 13ാം അധ്യായം 13ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ എന്ന് പറയുന്നു. നമ്മുടെ ചുറ്റുപാടുകളിൽ ഒന്ന് എത്തി നോക്കൂ. എവിടെയാണ് നമുക്കിന്ന് സ്നേഹം കാണുവാൻ സാധിക്കുന്നത്? കൂട്ടുകാരനെ പണത്തിനു വേണ്ടി കൊല്ലുവാനും മകളെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി വിൽക്കുവാനും പ്രോത്സാഹിപ്പിക്കുന്ന ജനതകളുടെ കൂട്ടമായി മാറുകയാണ് ഇന്നത്തെ സമൂഹം. ഇവിടെ ഒരു പുതു സൃഷ്ടിയുടെ പ്രസക്തി ഏറി വരുന്നു. ആദിയിൽ തോട്ടം കാപ്പാനും വേല ചെയ്യുവാനും ദൈവം നമ്മെ ഭൂമിയിലേക്ക് അയച്ചു. ഇന്നോ ചുഴലിക്കാറ്റ്, പ്രളയം, മഹാമാരി, മാറാരോഗം എന്നിവയാണ് ഈ ലോകത്തിന് നാം നൽകിയത്. എന്താണ് ഈ സമൂഹത്തിൽ കാണാൻ സാധിക്കാത്തത്? ഇവിടെ ഒരു മാറ്റത്തിന്റെ മുള ആവശ്യമെന്ന് നമുക്ക് തോന്നേണ്ടതല്ലേ? ഇന്നു ഞാൻ, നാളെ നീ എന്നും പറയുമ്പോൾ പോലും നാളേക്ക് കാത്തിരിക്കുന്നവൻ ഇന്നിന്റെ ആഡംബരത്തിൽ പെട്ടുപോകുന്നു. അതുകണ്ട് അവിടെ ഒരു മാറ്റം വരേണ്ടതും പുതു സൃഷ്ടിയാവേണ്ടതും അനിവാര്യമല്ലേ? ബാല്യകാലം മുതൽ നാം പഠിക്കുന്നത് ദൈവം തന്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, അവന്റെ ശ്വാസം നമ്മുടെ ശ്വാസമായി എന്നാണ്. നമ്മുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമെന്നാണ്. എങ്കിലും നമ്മുടെ ഉള്ളിലെ ദൈവത്തെ കണ്ടെത്താതെ ആൾ ദൈവങ്ങൾക്കും ശിലകൾക്കും സ്തൂപങ്ങൾക്കും പിന്നാലെ പാഞ്ഞുകൊണ്ടിരിക്കുന്ന തലമുറക്കിടയിൽ ഒരു പുതു സൃഷ്ടി അനിവാര്യമല്ലേ? ഇന്നത്തെ സമൂഹത്തിലെ അന്ധകാരവും അറിവില്ലായ്മയും തെറ്റുകളും തിന്മകളും പലപ്പോഴായി വലിയവർ, ചെറിയവർ, അങ്ങനെ മറ്റുള്ളവരെല്ലാം സാരമില്ല എന്ന് പറഞ്ഞ് വില കൽപ്പിക്കാതെ പോയ ചില തെറ്റുകളല്ലേ? നാം നമ്മുടെ എതിരെ നിൽക്കുന്നവന് അവന്റെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടുമ്പോൾ ഒരു വിരൽ അവന്റെ നേർക്കും മറ്റു 4 വിരൽ നമ്മുടെ നേർക്കും ചൂണ്ടിയിരിക്കുന്നു എന്ന സത്യം മറന്നു പോകുന്നു. അനുകരണശീലമാണ് ഇന്നിന്റെ പ്രത്യേകത. മറ്റൊരു വ്യക്തി ചെയ്യുന്നത് പോലെ ചെയ്യണം എന്ന ആകാംക്ഷയാണ് അഥവാ അടക്കാനാവാത്ത ആഗ്രഹങ്ങളാണ് എന്നും സമൂഹത്തിന്റെ ശത്രു. അത് മനസ്സിലാക്കാൻ നമുക്കൊരു പുതിയ സൃഷ്ടിയാവേണ്ടേ? ദൈവത്തിനു വേണ്ടി പണം ചെലവാക്കുകയോ വചനം സംസാരിക്കുകയോ നോമ്പെടുക്കുകയോ മാത്രമല്ല, ദൈവത്തിനു വേണ്ടി സ്വയം പരിഷ്കരിക്കാനും രൂപീകരിക്കാനും അവന്റെ ഇച്ഛയ്ക്കൊത്തവണ്ണം പുതിയ സൃഷ്ടിയാവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത് നമ്മളാൽ സാധിക്കാതെ പോകുന്നു എന്നതാണ് ആപത്കരം. ഈ നോമ്പ് ദിനങ്ങളിൽ നാം പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നതിൻ്റെ കൂടെ നാം നമ്മെ തന്നെ രൂപീകരിക്കുവാനും പുതിയ സൃഷ്ടിയാക്കുവാനും ശ്രമിക്കേണ്ടതുണ്ട്. നാം ഓരോ വർഷവും എടുക്കുന്ന ഓരോ തീരുമാനങ്ങൾ പോലും പലപ്പോഴും നാം പാതി വർഷത്തിൽ അവിടെ തന്നെ വിട്ടുകളയുന്നു. ഏതു നേരവും തകർച്ച കാത്തിരിക്കുന്ന ഭൂമിയെ പ്രതീക്ഷയുടെ കിരണങ്ങൾ കൊണ്ട് സന്തോഷിപ്പിക്കുകയാണ് വരാനിരിക്കുന്ന ക്രിസ്മസും പുതുവർഷവുമെല്ലാം. അതേസമയം ദൈവത്തിനു വേണ്ടി സ്വയം രൂപീകരിക്കാനും പുതു സൃഷ്ടിയാകുവാനും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി.